നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യക്തിപരമായ പരാമർശത്തിൽ തിരിച്ചടി നൽകി മന്ത്രി ആർ ബിന്ദു. മന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം അവസാന ദിവസവും സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. സർവകലാശാല നിയമ ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടയിലാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശങ്ങൾ അതിരുവിട്ടു എന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. കൽപ്പാന്ത കാലത്തോളം മന്ത്രി ആർ ബിന്ദുവിന് ഗുണമനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. സാർ, ആകെ ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ആശാന്റെ ഒരു പ്രതിമയുണ്ട്. ആ ആശാന്റെ പ്രതിമ മാറ്റി എന്റെ പ്രതിമ വേണമെന്ന് മന്ത്രി പറയുന്നു ഒഴിച്ചാൽ മന്ത്രിയിലേക്ക് നിക്ഷിപ്തപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ശ്രമങ്ങളാണിത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. രാഹുലിന്റെ വ്യക്തിപരമായ പരാമർശത്തിനെതിരെ മന്ത്രി അതേ ഭാഷയിൽ തിരിച്ചടിച്ചു. ഈ സഭയിലെ പുതിയ മെമ്പർ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഒരു വെർബൽ ഡയറിയ കാഴ്ചവെക്കുകയുണ്ടായി. എന്റെ മകന്റെ പ്രായമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ എനിക്കും പറയാം. ഈ നാലാംകിട കുശുമ്പും നുണയും കൂട്ടിച്ചേർത്താണ് ഇവിടെ പ്രസംഗിച്ചത്. നാലാംകിട കുശുമ്പും നുണയും കൂട്ടിച്ചേർത്താണ് പ്രസംഗിച്ചത്. ഇതോടെ പ്രതിപക്ഷം പ്രകോപിതരായി. ഒരിക്കലും ഈ അസംബ്ലിയിൽ സംസാരിക്കാൻ വയ്യാത്ത വാക്കാൻ അവർ എന്നിട്ട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവരിപ്പോഴും പറയുന്നത്. സാർ, ഞങ്ങൾ ഈ സഭ ബഹിഷ്കരിക്കുകയാണ്. നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ അവസാന ദിവസവും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. എന്നാൽ സഭ പിരിഞ്ഞ ശേഷവും മന്ത്രി ആർ ബിന്ദു തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്നെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ പ്രസംഗത്തിനിടയിൽ വെർബൽ ഡയറിയ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ മൈക്ക് ഓഫായിരുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100% കള്ളമാണ്. നിരന്തരം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു എന്ന് ആളുകൾ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.